ബി ജെ പിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. അവരൊക്കെ വേറെ ഏതൊക്കെ പ്രശ്നങ്ങളിലാണ്. അതിൻ്റെ കലിപ്പ് സുരേന്ദ്രജിക്ക് പലപ്പോഴും ഉണ്ട്. ജി കുറച്ച് ദിവസമായിട്ട് ഭയങ്കര അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത്. ഇനി കേരളത്തിൽ വീണ്ടും ഓബൈത്താമര ആയതിൻ്റെ വിഷമമാണോ എന്നൊന്ന് പറഞ്ഞുകൂടാ. നല്ല ടെൻഷനുണ്ട് ജിക്ക്. ഇലക്ഷൻ തോറ്റത് എന്തോ ഒരു ഗുരുതരമായ പിഴവാണെന്നും അത് പരിശോധിക്കണം എന്നുമൊക്കെയാണ് അവർ തമ്മിലുള്ള ഒരു സംസാരം. എനിക്ക് മനസ്സിലാവാത്തത് അതിൻ്റെ ആവശ്യം എന്താണ്? ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ആദ്യം ഒരു തവണ മറ്റേ പണ്ട് ഒ രാജഗോപാലും ഇപ്പതാ കേന്ദ്ര സഹമന്ത്രിയും. ഇതൊക്കെ റെയറല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ജയിക്കണല്ലേ പരിശോധിക്കേണ്ടത്. തോറ്റത് എന്തുകൊണ്ട് എന്നൊക്കെ പരിശോധിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്നും പരിശോധന തന്നെയായിരിക്കും. എന്തിനാണ് വെറുതെ? അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം കെ സുരേന്ദ്രനെ ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. കെ സുരേന്ദ്രൻ കഷ്ടപ്പെട്ട് നിന്നിട്ടും പാലക്കാട് BJP ജയിച്ചില്ല എന്നതാണ് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയൊക്കെ പ്രശ്നം. അപ്പോൾ ഇവർ ഈ നഗരസഭയിലൊക്കെ വോട്ട് മറിച്ചത് പ്രവർത്തകരറിയാതെയാണ്. ഇജാതി ടാക്ടിക്സ്. ഈ കഴിവൊക്കെ ഇറക്കി കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടും ജിക്ക് എന്തിനാണ് ഈ ടെൻഷൻ? ചിൽ ജി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന്. അല്ല, ഇലക്ഷൻ തോക്കുമ്പോൾ ഇത് നോർമൽ അല്ലേ എന്നൊക്കെ വിചാരിക്കാൻ വരട്ടെ. ഇതിത്ര നോർമലല്ല. ഇടയ്ക്ക് കോഴിക്കോട് പലയിടത്തും BJP നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. അതാണെങ്കിൽ കൊടൂര ഫണ്ട്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി രഘുനാഥ് എന്നിവർ BJPയിലെ കുറുവാ സംഘം എന്നാണ് പോസ്റ്ററിൽ. പിള്ളേര് കണി കാണിച്ചതറിഞ്ഞു. എന്താ കാണിച്ചത്? കാണിച്ചു തരാം. ഓ, അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ചിരിക്കല്ലേ, സീരിയസ് വിഷയം. അതും BJPയുടെ ജില്ലാ ആസ്ഥാനത്തിന് മുമ്പിലാണ് ഇപ്പം പറഞ്ഞ പോസ്റ്റർ. പോരാതെ കോഴിക്കോടിന്റെ പല ഭാഗത്തും ഈ പോസ്റ്ററുകളുണ്ട്. അപ്പൊ വിഷയം ഗൗരവമാണേ. ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല എന്നും പറഞ്ഞ് ഇതിലൊന്നും നമ്മുടെ സുരേന്ദ്രൻ ജി തളരില്ല. ജി ഇത്തരം തൊഴുത്തിക്കുത്തും അസംതൃപ്തിയും ഒക്കെ കുറേ സഹിച്ചിട്ടാണ് ഈ നിലവരെ എത്തി നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ എല്ലാ ഇലക്ഷനും കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് ഈ ഇലക്ഷൻ കഴിയുന്നതോടെ ഈ നാട്ടിൽ നമ്മൾ മാത്രമേ കാണൂ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞാൽ കളിച്ച കളിയാ. ഹൈലി ടാലന്റഡ്. എന്നിട്ട് പുള്ളി സ്ഥാനം ഒഴിയാൻ പോവുകയാണെന്നൊരു ടോക്ക്. ചങ്ക് തകർന്നു പോയി എൻ്റെ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ കേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. പിന്നെ പുള്ളി തന്നെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് സ്ഥാനം ഒഴിയുന്നില്ല. ഇലക്ഷൻ തോറ്റതുകൊണ്ട് അങ്ങ് സ്ഥാനം ഒഴിയാനാണെങ്കിൽ പിന്നെ ഈ വി മുരളീധരനൊക്കെ ആഴ്ചയ്ക്ക് സ്ഥാനം ഒഴിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അത് ഡീൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് തീർത്തും ന്യായമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം മറ്റൊരു പാരലൽ യൂണിവേഴ്സിൽ NDA സഖ്യത്തിൻ്റെ കൂടെയുള്ള BDJSന്റെ മെയ്മേശ്വരി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു BJP ഒരു അലവലാതി പാർട്ടിയാണെന്ന്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അലവലാതി പാർട്ടിയായിട്ട് മാറി. കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ വന്നത്. ആ കേഡർ പാർട്ടിയായിട്ട് നിന്നാൽ BJP ഒരു അലവലാതി പാർട്ടിയായി മാറിയെങ്കിൽ മാറിയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇതെല്ലാം കൂടി ആയപ്പോൾ സുരേന്ദ്രൻജിയുടെ ടെമ്പർ തെറ്റി. ഇന്നലെ മീഡിയയുടെ അടുത്ത് പറയുന്നത് കേട്ടു, കള്ളവാർത്ത കൊടുക്കുന്നവരെയൊക്കെ നമ്മൾ പിടിച്ചിടിക്കും എന്ന്. കള്ളവാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. വേറൊരു ദിവസം അയാളുടെ പ്രതികരണം എടുക്കാൻ പോയ മീഡിയയുടെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന്. എൻ്റെ പൊന്നുജി, നിങ്ങളിങ്ങനെ റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങാമോ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ അടുത്ത് പ്രതികരണം ചോദിക്കുക എന്നുള്ളതാണ് ശരിക്കും അവരുടെ ജോലി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി മറക്കുന്നു എന്നും പറഞ്ഞ് പണിയെടുത്ത് ജീവിക്കുന്നവർ അവരുടെ ജോലി മറക്കാമോ? അതും പറഞ്ഞ് അവരെ നിങ്ങൾ ആറാടാമോ? ഇത് ആറാടുകയാണ്. ഇപ്പം ഏകദേശം BJPയിലും NDAയിലും ഒക്കെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു ഭാഗത്ത് പാർട്ടിയിൽ തമ്മിലടിയും വിമർശനവും പോസ്റ്ററും, മറ്റൊരു ഭാഗത്ത് ഇവരൊക്കെ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു കേന്ദ്ര സഹമന്ത്രി. ഇതിലും പ്രതാപകാലം ഇനി ഒരു പാർട്ടിക്കും വരാനില്ല. കീപ് ഗോയിങ് മിത്രങ്ങളെ.